أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آل كل وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ ചൊല്ലിയതും പാടിയതുമെല്ലാം റബ്ബ് പൊരുത്തപ്പെട്ട അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീർഘമായി സംസാരിക്കാനുള്ള വേദിയല്ലെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്ക് ബോധ്യമുണ്ട്. എന്നാലും വിളിക്കപ്പെട്ട നിലയിൽ 2 വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്തു പറഞ്ഞ ഒരേക സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. പേരെടുത്തു പറയാത്ത രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പല സ്വഹാബിമാരെയും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും പേരെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ഏക സ്വഹാബി ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മാത്രമാണ്. ആരാണ് ഈ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു? ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമകനും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ സഹധർമ്മിണിയാവുന്ന ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയ ഒരടിമക്കുട്ടിയുമായിരുന്നു. പിന്നീട് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുട്ടിയെ മോചിപ്പിക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരായി മോചിപ്പിക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രഥമമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽപ്പെട്ട ഒരു സ്വഹാബി കൂടിയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്രായത്തിലെ പോറ്റി വളർത്തിയതുകൊണ്ട് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന് വരെ പരിചയപ്പെടുത്തപ്പെട്ടിരുന്നു. പിന്നീട് വിശുദ്ധ ഖുർആനിൽ ഉദ്ഉഹും ലി ആബാഇഹിം, ആളുകൾ അവരുടെ യഥാർത്ഥ പിതാക്കന്മാരിലേക്ക് ചേർത്ത് വിളിക്കണമെന്ന നിർദ്ദേശം വന്നപ്പോഴാണ് ആ വിളി മാറ്റിയത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ആ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏക മകനാണ് ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്ത ഒരു സ്ത്രീയാണ് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ. ആ ദാമ്പത്യത്തിൽ പിറന്ന ഒരു കുട്ടിയാണ് ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ വേളയിൽ ബഹുമാനപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം 20 ആണ്. ഇവര് രണ്ടുപേരും അഥവാ ഉസാമത്ത് റളിയല്ലാഹു അൻഹുവും അവരുടെ പിതാവാകുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവും ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട 2 സ്വഹാബിമാരാണ്. അത് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലതവണ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സൈനിക ക്യാപ്റ്റനാക്കി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയമിച്ചപ്പോൾ മുനാഫിക്കുകളിൽ ചിലർ അതിനെ നിരൂപണം നടത്തി. ഈ ചെറിയ പ്രായത്തിലുള്ള ഈ കുട്ടിയെ അങ്ങനെ സൈനിക ക്യാപ്റ്റനാക്കി നിയമിക്കുന്നതിൽ വല്ല അപാകതയും ഉണ്ടാകില്ലേ എന്ന നിലയിൽ സൂചന നൽകിയപ്പോൾ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുനാഫിക്കുകളോടായി പറഞ്ഞൊരു മറുപടിയുണ്ട്. ഇൻ തതുഉനു, നിങ്ങൾ ആരോപിക്കുന്നുവെങ്കിൽ ഫി ഇമാറത്തി, ബഹുമാനപ്പെട്ട ഈ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ക്യാപ്റ്റനാക്കി നിയമിച്ചതിൽ നിങ്ങൾ ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഫഖദ് കുന്തും തതുഉനൂന, നിങ്ങൾ നേരത്തെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഫി ഇമാറത്തി അബീഹി, അദ്ദേഹത്തിന്റെ പിതാവാകുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തെ കുറിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആണയിട്ട് പറയുന്നു വഅയ്മുല്ലാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നഹു കാന ഖലീഖൻ ലിൽ ഇമാറ, ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നേതൃത്വ പദവിക്ക് വേണ്ടി മാത്രം പടക്കപ്പെട്ടതുപോലെയുണ്ട്. ആ യോഗ്യത നല്ലവണ്ണം ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിലുണ്ട്. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അത് പകർന്ന് ബഹുമാനപ്പെട്ട ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിന് അത് കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല ഇൻകാന, തീർച്ചയായും ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ലമിൻ അഹബ്ബിൻ നാസി ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ആര്? ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു. മാത്രവുമല്ല വ ഇന്ന ഹാദാ, ഈ കുട്ടി അഥവാ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ലമിൻ അഹബ്ബിൻ നാസി ഇലയ്യ മിൻ ബഅദിഹി,
ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽപ്പെട്ട ഒരു കുട്ടിയുമാണ് ഈ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു എന്ന് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെട്ട, തങ്ങളെ അതിലുപരിയായി ഇഷ്ടപ്പെട്ട ഈ രണ്ടു സ്വഹാബിമാരെയും ശേഷം വരുന്നവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സ്നേഹത്തെ വകവെച്ചു കൊടുത്തിരുന്നു. അതിന് തെളിവാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വത്ത് വീതം വെച്ചു. ആർക്കിടയിൽ? ബഹുമാനപ്പെട്ടവരുടെ മകനാകുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഈ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ ഒരൽപ്പം കൂടുതൽ ബഹുമാനപ്പെട്ട ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് ഉമർ റളിയല്ലാഹു അൻഹു നൽകിയപ്പോൾ തുല്യമായി കിട്ടേണ്ട ഇടമാണ്. അങ്ങനെ വന്നപ്പം ബഹുമാനപ്പെട്ട ഉസാമത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിനോട് ചോദിച്ചു, ലിമ ഫദ്ദൽത അലയ്യ ഉസാമ, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നേക്കാൾ, ഞാൻ നിങ്ങളുടെ മകനല്ലേ, എന്നേക്കാൾ എന്തുകൊണ്ട് നിങ്ങൾ ഉസാമക്ക് പ്രാധാന്യം നൽകി എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, ലി അന്ന സയ്യിദൻ, ഈ ഉസാമത്തിന്റെ പിതാവാകുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു കാന അഹബ്ബൻ നാസി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബീക്, നിങ്ങളുടെ പിതാവാകുന്ന എന്നേക്കാൾ കൂടുതൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടത് ഈ ഉസാമത്ത് എന്നവരുടെ മകനാകുന്ന പിതാവാകുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. മാത്രമല്ല വകാന ഉസാമ, ഈ ഉസാമത്ത് എന്നവർ കാന അഹബ്ബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻക്, എൻ്റെ മകനാകുന്ന നിങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടം ബഹുമാനപ്പെട്ട ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അതുകൊണ്ട് ഒരു പിതാവ് തൻ്റെ മകനെയാണ് നേർക്കുനേരെ പ്രകൃതിപരമായി സ്നേഹിക്കേണ്ടത്. അതിനെയും മറികടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫആസർതു ഹുബ്ബഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയത്തിന് ഞാൻ പ്രാധാന്യം നൽകി, അലാ ഹുബ്ബി, എൻ്റെ പ്രകൃതിപരമായി എൻ്റെ മകനോടുണ്ടാകേണ്ട സ്നേഹത്തെക്കാൾ കൂടുതൽ ഞാൻ പ്രാമുഖ്യം നൽകുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയം വെച്ച ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനാണെന്ന്. ഇത് നമ്മെ അറിയിക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ചതിനെയും സ്നേഹിച്ചവയെയും നാം സ്നേഹിക്കുക എന്നത്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇന്ന് സത്യത്തിൽ നമ്മുടെ മുമ്പിൽ അങ്ങനെ നേരിട്ട് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം വാത്സല്യം കാണിച്ച ഒരാളെ നമുക്ക് കിട്ടാനില്ല. ഈ ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്ത് വെച്ചുകൊണ്ടൊരിക്കൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ അഹിബ്ബഹുമാ, പടച്ച റബ്ബേ ജനങ്ങളോടായിട്ട് പറയുന്നു, ഈ രണ്ടു കുട്ടികളെ അല്ലാഹുവേ നീ ഇഷ്ടപ്പെടണം, ഫഇന്നി ഉഹിബ്ബുഹുമാ, കാരണം ഞാൻ ഈ കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിനിരയായ ഏതെങ്കിലും ഒരു നിശ്ചിത വ്യക്തിയെ നമുക്കിന്ന് കിട്ടാനില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെയും കുറച്ച് കാര്യങ്ങളെയും ഇന്നും നമുക്ക് മുമ്പിലുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സുന്നത്തുകൾ. ഈ സുന്നത്തുകളെ ഇഹ്യാഉ ചെയ്യുന്നതിന് വലിയ പ്രതിഫലം, അതിനെ സജീവമാക്കുന്നതിന് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സുന്നത്തുകൾ നിർജീവമായി പോകുന്ന സമയത്ത് അതിനെ സജീവമാക്കാൻ അധ്വാനിക്കുന്നവർക്ക് 100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് വരെ ഹദീസുകളിൽ നമുക്ക് കാണാം. ഇതിനെന്തു വേണം? സുന്നത്തുകളെ കുറിച്ച് നാം പഠിക്കണം. അങ്ങനെ നിസ്കാരത്തിൻ്റെയും അതിനു മുൻപുള്ള ശുദ്ധീകരണം, കുളി, അതു സംബന്ധമായി 1000-ലധികം വരുന്ന സുന്നത്തുകൾ അടങ്ങിയ ഒരു ചെറു ഗ്രന്ഥമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാനിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരുപാട് സുന്നത്തുകൾ ഉണ്ട്. പക്ഷേ സുന്നത്തുകൾ തന്നെ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്ന സമയത്താണ് അത് നാം ജീവിതത്തിലേക്ക് പകർത്തുന്നത്. ഉദാഹരണം, ഉദൂവിന് ശേഷം നമ്മൾ ഉദൂവിൻ്റെ ശേഷമുള്ള ദിക്ർ അത് ചൊല്ലിയതിന് ശേഷം ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതുന്നത് സുന്നത്തുണ്ട്. ആ സൂറത്ത് ഓതുന്ന സമയത്തും നേർക്കുനേരെ ഉദൂവിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന നടത്തുമ്പോൾ ഇരു കൈകളും കണ്ണുകളും ആകാശത്തിലേക്ക് ഉയർത്തി ഖിബലക്ക് മുന്നിട്ടുകൊണ്ടാണ് ആ പ്രാർത്ഥന നടത്തേണ്ടത്. അതുപോലെ കൈകൾ ഉയർത്താതെ കണ്ണുകൾ മേൽപോട്ട് ഉയർത്തി ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് തന്നെയാണ് ഇന്നാ അൻസൽനാഹു സൂറത്ത് ഓതേണ്ടത്.
ഇത് ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തണമെങ്കിൽ നമുക്ക് അതിലൊരു ശ്രദ്ധ വേണം. ഇത് 3 തവണ ഓതുന്നത് സുന്നത്തുണ്ട്, അതിനുശേഷം ആയത്തുൽ കുർസി ഓതുന്നത് സുന്നത്തുണ്ട്. ഇതിൽ പറയപ്പെട്ട എല്ലാ സുന്നത്തുകളും ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനല്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു തത്വമുണ്ട്: കേൾക്കുന്ന സുന്നത്തുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്യണം. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണെന്ന് പരിചയപ്പെടുത്തപ്പെട്ടതാണല്ലോ. അന്നലക്കുള്ള അതിൻ്റെ ഏറ്റവും ചെറിയ കടപ്പാട് വീട്ടാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമായി ആ സുന്നത്ത് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ പുസ്തകങ്ങൾ മുഴുവനും വായിച്ച് അതിലെ സുന്നത്തുകൾ എപ്പോഴെങ്കിലുമായി എല്ലാം ചെയ്തു തീർക്കുന്ന ഒരു അവസരം നാം ഉണ്ടാക്കിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. സാധാരണ നമ്മുടെ കിതാബുകളിൽ കാണാത്ത ഒരുപാട് സുന്നത്തുകൾ, ഇല്ലാത്ത എന്നല്ല പറഞ്ഞത്, സാധാരണ കിതാബുകളിൽ നാം കാണാത്ത എന്നാൽ മറ്റു കിതാബുകളിൽ വളരെ വിരളമായ കിതാബുകളിൽ പറയപ്പെട്ടതുമായ ഒരുപാട് സുന്നത്തുകൾ ആ പുസ്തകത്തിൽ ചേർക്കാൻ പ്രിയ സുഹൃത്ത് ബഹുമാനപ്പെട്ട സിറാജ് ഉസ്താദ് അവർ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ ശ്രമം പൂർണ്ണാർത്ഥത്തിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. അതിനോട് ചേർത്തു പറയേണ്ട ഒന്നുകൂടെയുണ്ട്. ആ പുസ്തക രചനയ്ക്കു പിന്നിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഒരു മഹത്തായ ഒരു ലക്ഷ്യവും കൂടെയുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഞങ്ങളുടെയും എല്ലാം ഒരു പണ്ഡിത സുഹൃത്തിൻ്റെ വീടിൻ്റെ നിർമ്മാണവുമായി അതിന് തുടക്കം കുറിക്കുക എന്ന നിലയിലാണ് ഇതിൻ്റെ ഒരു സംരംഭത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ ഇറങ്ങിയത്. ആ സതുദ്യമത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെയും അതിനുവേണ്ടി പരിശ്രമിച്ചവരുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാവട്ടെ. അതും ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അഹിബ്ബുൽ ഫുഖറാ, സാധുക്കളെ നിങ്ങൾ ഇഷ്ടപ്പെടണം, വജാലിസൂഹും, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കണം. മറ്റൊരു ഹദീസിൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം, ഇത്തഖിദുൽ അയാദി ഇൻദൽ ഫുഖറാ, സാധുക്കൾക്കിടയിൽ നിങ്ങൾ ഒരു ഹാൻഡ് ഉണ്ടാക്കി എടുക്കണം. നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഭൗതിക നേട്ടങ്ങൾ കിട്ടുന്നവരുടെ മുമ്പിൽ നാം ആളാവാൻ പലതവണ പരിശ്രമിക്കുന്നുണ്ടാവും, അധ്വാനിക്കുന്നുണ്ടാവും. പക്ഷേ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ ദുനിയാവിൽ സാധുക്കളായ ആളുകളുടെ അടുക്കൽ ഒരു ഹാൻഡ് ഉണ്ടാക്കി എടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. എന്താണ് കാരണം? ഇന്ന് ഭൗതിക ലോകത്ത് അവർക്ക് പ്രത്യേക അധികാരമൊന്നുമില്ലെങ്കിലും ഫൈന്ന ലഹും ദൗലത്തൈ യൗമൽ ഖിയാമത്തി, നാളെ അന്ത്യനാളിൽ അല്ലാഹു തആല പ്രത്യേക അധികാരങ്ങൾ ഭൗതിക ലോകത്ത് സാധുക്കളായി അള്ളാഹുവിന് വഴിപ്പെട്ട് ക്ഷമിച്ച് ജീവിച്ചവർക്ക് അള്ളാഹു നൽകും. അതുപയോഗിച്ചുകൊണ്ട് അവരുടെ സഹായം ലഭിക്കും. ആർക്ക്? ഇന്ന് ഭൗതിക ലോകത്ത് അള്ളാഹു തആല അവരെ അങ്ങനെ ആക്കി മാറ്റിയവാണല്ലോ. സമ്പന്നരെ പരീക്ഷിക്കാനും കൂടെയാണ് അള്ളാഹു തആല ഇവിടെ ദരിദ്രന്മാരെ ഉണ്ടാക്കുന്നത്. ദരിദ്രന്മാരെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുന്ന അതേ വേളയിൽ തന്നെ അത് കാണുന്ന സമ്പന്നരെയും അള്ളാഹു തആല പരീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ നൽകിയ സമ്പത്ത് ഞാൻ തന്നെ ഫക്കീറായി പടച്ചവരോട് നിങ്ങൾ എന്തു കൊടുക്കുന്നു, അവരെ എങ്ങനെ നിങ്ങൾ കാണുന്നു എന്നറിയാൻ. അപ്പൊ അവർക്ക് അധികാരം കിട്ടുമ്പോൾ അവർ നമ്മെ ഓർക്കുന്ന ഒരു അവസരം ഉണ്ടാക്കി എടുക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അങ്ങനെ ഒരു പരിശ്രമവും ഒരു ഏറ്റവും ഉത്തമമായ ഒരു ലക്ഷ്യവും കൂടെ അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ പുസ്തകത്തിൻ്റെ പ്രിന്റിങ്ങിന് വേണ്ടി ഒരുപാട് പേര് ആത്മാർത്ഥമായി എവിടെയും പറയണമെന്ന് ആഗ്രഹിക്കാത്ത വിധം അതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം, അഫ്ളലുൽ അഅ്മാലി ബഅദൽ ഫരീള, പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ, കർമ്മങ്ങളുടെ കൂട്ടത്തിൽ നിർബന്ധമായ കർമ്മങ്ങൾ കഴിച്ചാൽ പിന്നെയുള്ള ഒന്നാണ് ഇദ്ഖാലു സുറൂരി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കുക. എപ്പോഴാണ് ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കേണ്ടി വരുന്നത്? പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴാണല്ലോ. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞത് ഫർളായ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമമായ കാര്യമാണെന്ന് അറബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സാധൂകരിക്കുന്ന വിധം ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മാ അദ്ഖല റജുലുൻ അലാ മുഅ്മിനിൻ, ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ മേലിലും ഒരാളും പ്രവേശിപ്പിക്കില്ല സുറൂറൻ, ഒരു സന്തോഷം, ഇല്ലാ ഖലഖല്ലാഹു ബിദാലിക സുറൂരി മലക്കൻ യഅ്ബുദുല്ലാഹ വയുവഹിദുഹു, ആ സന്തോഷം കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മലക്കിനെ പടക്കുന്നു, അല്ലാഹുവിനെ ആരാധിക്കുന്നു. എന്നിട്ട് ഫൈദാ സ്വാറൽ അബ്ദു ഫീ ഖബ്രിഹി, ഈ സന്തോഷിപ്പിച്ച മനുഷ്യൻ ഖബറിൽ കിടക്കുന്ന സമയത്ത് ഈ സന്തോഷം അഥവാ
സന്തോഷം ഇവനെ സന്തോഷിപ്പിക്കുന്ന ഒരു രൂപം പ്രാപിച്ചുകൊണ്ട് ഖബറിലേക്ക് വരുന്നു. ഖബറിലേക്ക് വന്നുകൊണ്ട് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, അത്തഅരിഫുനി, നിങ്ങൾ എന്നെ അറിയുമോ? ആരാണെന്ന് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ അയാളോട് ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുന്ന ഒരു മറുപടിയുണ്ട്, അനസ്സുറൂറുല്ലദീ അദ്ഖൽതനി അലാ ഫുലാൻ. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് അല്ലാഹു നൽകി, അതിൻ്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സന്തോഷിപ്പിച്ച ഇന്നാലിന്ന വ്യക്തികളെ നിങ്ങൾ സന്തോഷിപ്പിച്ചില്ലേ, ആ സന്തോഷത്തെ അല്ലാഹു തആല എന്നെ ഇങ്ങനെ രൂപപ്പെടുത്തിയതാണ്. ഇന്നു ഞാൻ ഈ ഖബറിൽ കൂരിരുട്ടിൽ നിങ്ങളുടെ ഏകാന്തതയ്ക്ക് സന്തോഷമായി ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങൾക്ക് നിർണായക ഘട്ടത്തിൽ വേണ്ട എല്ലാ തെളിവുകളും ഞാൻ നൽകാം. എന്തു പറയണമെന്ന് പഠിപ്പിച്ചു തരാനും കൂടെ നിന്നുകൊണ്ട് നിങ്ങളോട് സഹകരിക്കാനും ഞാനുണ്ടാകും. അങ്ങനെ പറഞ്ഞ് അവസാനം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമ്പോൾ ഉരീക മൻസിലക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിനിടയിൽ കാണാം, അന്ത്യനാളിന്റെ എല്ലാ ഭീതിപ്പെടുത്തുന്ന രംഗങ്ങളിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭൗതിക ലോകത്ത് നാം മുസ്ലിമായ മനുഷ്യനെ സന്തോഷിപ്പിച്ച ആ സന്തോഷം മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് ഖബറിലും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതങ്ങളിലെല്ലാം നമുക്ക് കൂട്ടിനായി വരുമെന്ന് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. ആ അർത്ഥത്തിലുള്ള ഒരു ശ്രമമായി ഈ രചനയ്ക്കു പിന്നിലുള്ള ലക്ഷ്യത്തെ അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനാവശ്യമായ വിധം എല്ലാ സഹകരണങ്ങളും എല്ലാ നിലയിലും ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.